വിസി നിയമനത്തിന്റെ ഭാഗമായി സെർച്ച് കമ്മിറ്റി അംഗത്തെ നിശ്ചയിക്കാൻ യോഗങ്ങൾ ചേരാനൊരുങ്ങി സർവകലാശാലകൾ. എതിർപ്പും സംഘർഷവും മുന്നിൽ കണ്ട് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കേരള സർവകലാശാല ഭേദഗതി നിയമം സംബന്ധിച്ച് സർക്കാർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജി തീർപ്പാക്കാതെ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ നൽകേണ്ടതില്ലെന്നാണ് CPM അംഗങ്ങളുടെ തീരുമാനം. 8 വിസിമാരെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാനാണ് നടപടികൾ ആരംഭിക്കുന്നത്. സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാൻ യൂണിവേഴ്സിറ്റി പ്രതിനിധികളെ നൽകാനുള്ള നിർദ്ദേശമനുസരിക്കാത്ത താൽക്കാലിക വിസിമാരെ പുറത്താക്കുമെന്ന നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കാർഷിക, കേരള, കൊച്ചിൻ സർവകലാശാലകൾ സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിന് യോഗം ചേരുന്നത്. കേരള കാർഷിക സർവകലാശാല ഇന്ന് ഓൺലൈനായാണ് സെനറ്റ് യോഗം വിളിച്ചിട്ടുള്ളത്. സെർച്ച് കമ്മിറ്റി പ്രതിനിധിയുടെ തെരഞ്ഞെടുപ്പ് ഓൺലൈനായി വിസി വിളിച്ചു ചേർക്കുന്നത് സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണെന്ന് സെനറ്റ് അംഗങ്ങൾക്കിടയിൽ ആക്ഷേപവുമുണ്ട്. കേരള സർവകലാശാല ഈ മാസം 16-ന് സ്പെഷ്യൽ സെനറ്റ് യോഗം ചേരാൻ എല്ലാ അംഗങ്ങൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് പ്രതിനിധികൾ പങ്കെടുക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലേതുപോലെ തടയാനുള്ള സാധ്യതയും സംഘർഷവും മുന്നിൽ കണ്ട് പോലീസ് സംരക്ഷണം നൽകാൻ DGPയുടെ സർവകലാശാല അധികൃതർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കൊച്ചി സർവകലാശാലയിൽ 17-ാം തീയതി യോഗം ചേരും. കണ്ണൂർ, MG, KTU, മലയാളം സർവകലാശാലകൾ ഈ മാസം അവസാനത്തിനു മുൻപ് യോഗം ചേർന്ന് സെർച്ച് കമ്മിറ്റി അംഗത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. MG സർവകലാശാലയിലും കണ്ണൂരും സെനറ്റ് യോഗമാണ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ടത്. സർവകലാശാല ഭേദഗതി നിയമം സംബന്ധിച്ച് സർക്കാർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ തീർപ്പാകാതെ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ നൽകേണ്ടതില്ലെന്നാണ് CPM അംഗങ്ങളുടെ തീരുമാനം. എന്നാൽ UDF, BJP അംഗങ്ങൾ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗത്തെ തെരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെടും. അതേസമയം കമ്മിറ്റിക്ക് പ്രതിനിധിയെ നൽകാതിരുന്നാൽ ഗവർണർക്ക് വിസി നിയമന നടപടിയുമായി മുന്നോട്ടു പോകാമെന്ന ഹൈക്കോടതി വിധിയും നിലവിലുണ്ട്. ജനം, തിരുവനന്തപുരം.